മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് അവർ നേഷൻ. അദ്ദേഹം വലിയൊരു റിലീജിയസ് സെയിൻ്റാണ്, പൊളിറ്റീഷ്യനാണ്, പാട്രിയോട്ടാണ്, നാഷണലിസ്റ്റാണ്, ഇക്കണോമിസ്റ്റാണ്, ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്ററാണ്. അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലായ ഒരു എഡ്യൂക്കേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ചില വർക്കുകൾ: An autobiography of my experiment with truth, Hind Swaraj or Indian Home Rule, Gandhian philosophy. ഗാന്ധി ഒരു പ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നത് അബ്സല്യൂട്ട് വൺനെസ് ഓഫ് ഗോഡിലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഓരോ വ്യൂസിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്: ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ട്രൂത്ത് ആൻഡ് ഗോഡ് ഹാവ് വൺ ആൻഡ് ദ സെയിം തിങ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാലിറ്റി എന്നത് സത്യമാണ്. സത്യമെന്നാൽ ദൈവമാണ്. സത്യവും ദൈവവും ഒന്നു തന്നെയാണ്. അപ്പം ഏറ്റവും അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നത് സത്യമാണ്. സത്യമെന്നാൽ ദൈവമാണ്. നെക്സ്റ്റ് വൺ: റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ലക്ഷ്യമാവേണ്ടത് സത്യത്തെ തിരിച്ചറിയുക എന്നതാണ്. നെക്സ്റ്റ് വൺ: അഹിംസ ഓർ നോൺ വയലൻസ് ഈസ് ദ ഓൺലി മീൻസ് ടു റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് ആൻഡ് ഗോഡ്. ഇവിടെ പറയുന്നത് സത്യത്തെ അഥവാ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അഹിംസ അഥവാ നോൺ വയലൻസ്. നെക്സ്റ്റ് വൺ: ദ ഓൺലി ട്രൂ റിലീജിയൻ ഓഫ് മാൻ ഈസ് ദ റിലീജിയൻ ഓഫ് ലവ്. ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും നമ്മളെങ്ങനെയാണോ നമ്മെ തന്നെ ഇഷ്ടപ്പെടുന്നത് അതേ ഇൻറ്റൻസിറ്റിയിൽ മറ്റുള്ളവരെയും സ്നേഹിക്കുക. മറ്റുള്ള ജീവജാലങ്ങളെയും മനുഷ്യരെയും എല്ലാവരെയും നമ്മളെ സ്നേഹിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ സ്നേഹിക്കുക. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ട്രൂ റിലീജിയൻ ഓഫ് മാൻ ഈസ് എ റിലീജിയൻ ഓഫ് ലവ്. നെക്സ്റ്റ് പോയിന്റ് ഇവിടെ പറയുന്നത് ഫിയർലെസ്നെസ് ആൻഡ് സത്യാഗ്രഹ ആർ ടു ആട്രിബ്യൂട്ട്സ് ഓഫ് അഹിംസ. അഹിംസയുടെ രണ്ട് ഗുണങ്ങൾ അഥവാ ഗുണവിശേഷണങ്ങളാണ് ഫിയർലെസ്നെസ്സും അതുപോലെ തന്നെ സത്യാഗ്രഹയും. നെക്സ്റ്റ് പോയിന്റ്: ഫെയ്ത്ത് ഇൻ ഗോഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ മോറൽ വാല്യൂസ്. എല്ലാ മോറൽ വാല്യൂസിൻ്റെയും ബേസ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. Then next one: Satyagraha is search for truth and God is truth. Ahimsa and non-violence is a light that reveals that. സത്യാഗ്രഹ എന്ന് വെച്ചാൽ സത്യത്തെ അന്വേഷിക്കലാണ്. സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം എന്താ? ദൈവത്തെ അന്വേഷിക്കുക. ഇത് ഏതിലൂടെയേ സാധിക്കാൻ പറ്റുള്ളൂ? അഹിംസ അഥവാ നോൺ വയലൻസിലൂടെ നമുക്ക് ദൈവത്തിലേക്കുള്ള ഒരു അന്വേഷണം, ഒരു മീനാണ്, ഒരു വഴിയാണ് എന്ത്? അഹിംസ അഥവാ നോൺ വയലൻസ്. ഇതിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. അതാണ് ഈ ഒരു പോയിന്റിലൂടെ അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ: സത്യാഗ്രഹ ഈസ് ദ ഓൺലി ഇഫക്റ്റീവ് വെപ്പൺ ഫോർ റിമൂവിങ് ഇൻജസ്റ്റിസ് ആൻഡ് ട്രാൻസ്ഫോമിങ് socio-political relationship in conformity with values of non-violence, freedom and equality. ഇവിടെ പറയുന്നേ സത്യാഗ്രഹ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വെപ്പണാണ്. ഇൻജസ്റ്റിസിനെ തുടച്ചു മാറ്റാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വെപ്പണാണ്. ഇതിലൂടെ നമുക്ക് എന്തു പറ്റും? നോൺ വയലൻസും ഫ്രീഡവും ഈക്വാലിറ്റിയും നിറഞ്ഞ ഈ വാല്യൂസ് ഒക്കെ നിറഞ്ഞ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് ഇതിലൂടെ വാർത്തെടുക്കാൻ, ഇതിലൂടെ നമുക്ക്
ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. എന്തിലൂടെ? ഈ സത്യാഗ്രഹയിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് ഗാന്ധിജി തൻ്റെ ഫിലോസഫിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. The next one, fasting is the highest expression of the prayer of a pure and loving heart. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് വിത്ത് പ്രെയർ ആണ്. നമ്മുടെ മനസ്സപ്പോൾ എന്താണ്? വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു നിലയിലായിരിക്കും. ഒരു ഫാസ്റ്റിംഗ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അത് ഏത് റിലീജിയനിലാണെങ്കിലും ഫാസ്റ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്രയർ എപ്പോഴും വളരെ ഇഫക്റ്റീവാണ്. ദ നെക്സ്റ്റ് വൺ, സിംപ്ലിസിറ്റി ഇൻ ലൈഫ്, ഫിയർലെസ്നെസ് ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി ആർ ദ മീൻസ് ടു അറ്റെയിൻ ദ ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫ്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗോൾ ആവേണ്ടതും ആക്കേണ്ടതും ഇനി ആയിത്തീരാൻ സഹായിക്കുന്നതും ആയിട്ടുള്ള ഘടകങ്ങളാണ് സിംപ്ലിസിറ്റി ഇൻ ലൈഫ്. നമ്മുടെ ലൈഫ് വളരെ സിമ്പിളായിരിക്കണം. ഫിയർലെസ്നെസ് നമ്മളിൽ വേണം. പിന്നെ സർവീസ് മൈൻഡ് വേണം. സർവീസ് ടു ഹ്യൂമാനിറ്റി വേണം. ഇതിലൂടെയൊക്കെയാണ് നമുക്കൊരു അതായത് സെൽഫ് റിയലൈസേഷൻ, ഇതൊക്കെ ഇതിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത് എന്നാണ് ഗാന്ധിജി നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഗാന്ധിസ് ഐഡിയാസ് ഓൺ എഡ്യൂക്കേഷൻ. ഗാന്ധിജിയുടെ കുറച്ച് ഐഡിയാസ് ആണ്, എഡ്യൂക്കേഷനിലുള്ള കുറച്ച് വ്യൂസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, ഗാന്ധിജി ഡിഫൈൻ എഡ്യൂക്കേഷൻ ആസ് ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇതെന്താ, ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയിലുള്ള എല്ലാ പൊട്ടൻഷ്യനെയും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് ഗാന്ധിജിയുടെ ഒരു വ്യൂയിലൂടെ കാണുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഡെഫിനേഷനാണ്, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷനാണിത്. ഒരു വ്യക്തിയിലുള്ള എല്ലാ പൊട്ടൻഷ്യനെയും പുറത്ത് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ഹാർമോണിയസ് ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ഒരു ഹാർമോണിയസ് ഡെവലപ്മെന്റ് ആണ് എന്ത്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ ഇതാണ് സാധ്യമാക്കേണ്ടത്. നെക്സ്റ്റ്, എയിം ഓഫ് എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെൽഫ് റിയലൈസേഷൻ. നമ്മെ തന്നെ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ പ്ലസ് പോയിന്റ്സും നെഗറ്റീവ്സും ഒക്കെ നമ്മൾ തന്നെ അറിയുക, നമ്മളെ തന്നെ അറിയുക എന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിമായിട്ട് ഗാന്ധിജി പറയുന്നത്. നെക്സ്റ്റ് വൺ, ടു ഹെൽപ്പ് ദ ചൈൽഡ് ടു ബിക്കം സെൽഫ് സപ്പോർട്ടിങ് ഇൻ ലേറ്റർ ലൈഫ്. ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, പഠനം കഴിഞ്ഞിട്ടും എന്ത് വേണം? എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷനിലൂടെ ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് കിട്ടണം. അതൊരു വൊക്കേഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൂടി ആയിരിക്കണം എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. To facilitate the moral development and character formation in learner. എഡ്യൂക്കേഷനിലൂടെ എന്ത് വേണം? കുട്ടിയിലൊരു മോറൽ ഡെവലപ്മെന്റും വേണം, അവനിലെ നല്ലൊരു ക്യാരക്ടർ ഫോർമേഷനും ഉണ്ടാകേണ്ടതാണ്. Then to ensure all round development of the child. കുട്ടിയിലെ ഓൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷനിലൂടെ സാധ്യമാക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, to preserve and enhance the cultural heritage of India. അവനിലെ വളർത്തിയെടുക്കണം, അവനിലൂടെ സംരക്ഷിക്കപ്പെടണം എന്ത്? നമ്മുടെ ഇന്ത്യയുടെ ഹെറിറ്റേജ്, കൾച്ചറൽ ഹെറിറ്റേജ് ഓരോ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളിലൂടെയും അത് സംരക്ഷിക്കപ്പെടണം. അതിന് ആദ്യം എന്ത് വേണം? അവരിലേക്ക് അത് എത്തിക്കണം. The next one, to inculcate democratic ideals, leadership qualities and sense of citizenship in the learner. കുട്ടികളിലെ പഠിപ്പിച്ചെടുക്കണം, അവരിലെ ഓരോ കുട്ടികളിലേക്കും എത്തിക്കണം ഓരോ ഡെമോക്രാറ്റിക് ഐഡിയൽസ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, സിറ്റിസൺഷിപ്പ്, സെൻസ് ഓഫ് സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ കുട്ടിയിലേക്ക്, ഓരോ വിദ്യാർത്ഥികളിലേക്കും ഇത് എത്തിക്കണം. ഇതായിരിക്കണം ഒരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ദ നെക്സ്റ്റ് വൺ,
to cultivate moral, spiritual, social, ethical and aesthetic values in the child. ഓരോ കുട്ടികളിലും കൾട്ടിവേറ്റ് ചെയ്യണം എന്ത് മോറലും സ്പിരിച്വലും എത്തിക്കലും ഏസ്തറ്റിക്കുമായിട്ടുള്ള ഓരോ വാല്യൂസിനും, ഓരോ മോറൽ വാല്യൂസിനെയും അതുപോലെ തന്നെ സ്പിരിച്വൽ വാല്യൂസിനെയും ഏസ്തറ്റിക്കായിട്ടും സോഷ്യലായിട്ടുള്ള എല്ലാ വാല്യൂസിനെയും കുട്ടികളിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ, ടു ഇൻസ്റ്റിൽ social virtues such as equality, tolerance, brotherhood, service, sympathy and liberty in the learner. ഓരോ കുട്ടിയിലും പഠിപ്പിക്കണം, എത്തിക്കണം എന്ത്? ഓരോ സോഷ്യൽ വാല്യൂസും, അതായത് ഈക്വാലിറ്റി, ടോളറൻസ്, ബ്രദർഹുഡ്, സർവീസ്, സിമ്പതി, ലിബർട്ടി, ഇത് ഓരോ കുട്ടിയിലും നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. അവരിലേക്ക് ആദ്യം അത് എത്തിച്ചുകൊണ്ട് അവരിൽ അത് വളർത്തിയെടുക്കണം. ഇതൊക്കെ ആയിരിക്കണം എന്ത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്തത് കരിക്കുലം. എങ്ങനെയുള്ള ഒരു കരിക്കുലമാണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരേണ്ടത്? അദ്ദേഹം പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ്, ദ കരിക്കുലം ഈസ് ലൈഫ് സെൻറ്റേർഡ് ആൻഡ് ആക്ടിവിറ്റി സെൻറ്റേർഡ്. കരിക്കുലം എപ്പോഴും ലൈഫ് സെൻറ്റേർഡ് ആയിരിക്കണം, അതായത് ജീവിതവുമായി വളരെ അടുത്തിരിക്കണം. അതുപോലെ തന്നെ ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിരിക്കണം, എന്തെങ്കിലും ആക്ടിവിറ്റി അതിൽ അടങ്ങിയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അർത്ഥമാക്കുന്നത് ലൈഫ് സെൻറ്റേർഡും ആയിരിക്കണം, ആക്ടിവിറ്റി സെൻറ്റേർഡും ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, നോളേജ് ആൻഡ് സ്കിൽ ഈസ് ഇമ്പോർട്ടഡ് ത്രൂ മാനുവൽ വർക്ക് ആൻഡ് പ്രൊഡക്റ്റീവ് ക്രാഫ്റ്റ് ഹാവിങ് യൂട്ടിലിറ്റി വാല്യൂ. ഇത് അർത്ഥമാക്കുന്നത് ഒരു നോളേജ് അല്ലെങ്കിൽ സ്കില്ല് ഇത് ഏതിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? മാനുവൽ വർക്ക്, അതായത് പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രാഫ്റ്റ്, അതിൻ്റെ യൂട്ടിലിറ്റി വാല്യൂ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് കുട്ടിയിൽ വളർത്തിയെടുക്കണം? നോളേജും സ്കില്ലും വളർത്തിയെടുക്കണം. അതായത് എന്ത് പഠിപ്പിക്കുമ്പോഴും ഒരു കോറിലേഷൻ വേണം. അത് ക്രാഫ്റ്റിനോടും അതുപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെന്റിനോടും മറ്റ് സബ്ജക്റ്റുകളോടും കോറിലേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് കുട്ടിയിലേക്ക് എത്തിക്കേണ്ടത് എന്നതാണ് ഈ സെക്കൻഡ് പോയിന്റ് കൊണ്ട് അർത്ഥാക്കുന്നത്. Then third one, it is based on the concept of learning by doing and learning by earning. Learning while earning. ഇത് എപ്പോഴും നമ്മുടെ കരിക്കുലം എപ്പോഴും ബേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ രണ്ട് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ആക്ടിവിറ്റി സെൻറ്റേർഡ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പഠിക്കുക, ലൈഫ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, പഠനത്തിനോട് കൂടിയുള്ള ഒരു ഏണിങ്. ഈ രണ്ട് കാര്യങ്ങളാണ് കരിക്കുലത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, ഗാന്ധിജി ഇൻക്ലൂഡഡ് മദർ ടങ്, ക്രാഫ്റ്റ്, അരിത്തമെറ്റിക്, social studies, general science, art, music, etc. as subject of study. He also suggested domestic science for girls. ഗാന്ധിജി പറയുന്നത് നമ്മുടെ കരിക്കുലത്തിൻ്റെ മീഡിയം എപ്പോഴും മദർ ടങ്ങിലായിരിക്കണം. അതുപോലെ ക്രാഫ്റ്റ്, അരിത്തമെറ്റിക്, സോഷ്യൽ സ്റ്റഡീസ്, ജനറൽ സ്റ്റഡീസ്, ആർട്ട്, മ്യൂസിക്, ഇതൊക്കെ നമ്മുടെ പഠന വിഷയങ്ങളാക്കേണ്ട കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗേൾസിന് ഡൊമസ്റ്റിക് സയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷനിലെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഗാന്ധിജിയുടെ ഒരു വ്യൂ. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഗാന്ധിജി ചില മെത്തേഡ്സ് നമുക്ക് അഡ്വക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഫസ്റ്റ് വൺ, children should be educated through a basic craft such as spinning, weaving, carpentry, agriculture, village and cottage industry. കുട്ടികൾ എപ്പോഴും അവരുടെ പഠനത്തിൻ്റെ കൂടെ തന്നെ ക്രാഫ്റ്റും ഒരു ഭാഗമായിരിക്കണം. ബേസിക് ക്രാഫ്റ്റുകളൊക്കെ അവർ അറിഞ്ഞിരിക്കണം. അതായത് സ്പിന്നിങ്, വീവിങ്, കാർപ്പൻട്രി, അഗ്രികൾച്ചർ, കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ പഠനത്തിനോട് കൂടി തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നാണ് ഗാന്ധി സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മദർ ടങ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ.
അവരുടെ പഠനത്തിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും എന്തായിരിക്കണം? അവരുടെ മദർ ടങ് തന്നെ ആയിരിക്കണം. അത് തന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഗാന്ധിജി സജസ്റ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, correlation should be established among different academic subjects in teaching methods and teaching and learning experiences. ഇവിടെ നമ്മൾ എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും, എന്ത് അക്കാദമിക് സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണെങ്കിലും അവിടെ എന്ത് വേണം? ഒരു കോറിലേഷൻ വേണം. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകേണ്ടത്. അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസമാണ് കൊണ്ടുവരേണ്ടതെന്നാണ്, ആ ഒരു മോഡ് ഓഫ് ടീച്ചിങ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് ഗാന്ധിജി പറയുന്നത്. The next one, the basic scheme emphasizes on activity method and it emphasizes learning by doing. ഈ 2 പോയിന്റും പറയുന്ന വിദ്യാഭ്യാസത്തിലെ ലേണിംഗ് മെത്തേഡും അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ് രണ്ടും ഒന്ന് തന്നെയാണ്. ആക്ടിവിറ്റി മോഡ് എപ്പോഴും നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ വേണം. കുട്ടികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വേണം, അവർ സ്വയം അറിഞ്ഞു വേണം പഠിക്കാൻ. എക്സ്പീരിയൻസിലൂടെ അവർ പഠിക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. നെക്സ്റ്റ്, ഡിസിപ്ലിൻ. ഗാന്ധിജി ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വോളണ്ടറി ഡിസിപ്ലിൻ ആണ്. ഗാന്ധിജി റെക്കമെൻഡഡ് വോളണ്ടറി ഡിസിപ്ലിൻ ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ synthesis between freedom and self-control in education. ഓരോ കുട്ടിയും അവൻ സ്വമേധയാ അവനിൽ ഉണ്ടാവേണ്ട കാര്യമാണ് എന്ത്? ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതൊരാളും ഇമ്പോസ് ചെയ്തുകൊണ്ട് അവനിൽ ഉണ്ടാവാൻ പാടില്ല. അത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അവനിൽ ഉണ്ടാവണം എന്നാണ്. ഒരു വോളണ്ടറി ഡിസിപ്ലിൻ ആണ് കുട്ടികളിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഗാന്ധിജി 1ാമത്തെ പോയിന്റിലൂടെ നമ്മളോട് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, moral discipline is necessary for the individual's self-purification leading to self-realization. ഒരു മോറൽ ഡിസിപ്ലിൻ ആവശ്യമാണ്, നെസസറി ആണ്. എന്തിനു വേണ്ടി? ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വലിന്റെ സെൽഫ് പ്യൂരിഫിക്കേഷന്. ഒരു വ്യക്തിയിൽ എപ്പോഴും ഒരു മോറൽ ഡിസിപ്ലിൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഒരു സെൽഫ് റിയലൈസേഷനിൽ എത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഗാന്ധിജി പറയുന്നത്. No freedom of child should be curtailed in education. ഒരിക്കലും വിദ്യാഭ്യാസത്തിൽ കുട്ടിയുടെ ഫ്രീഡത്തിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല. അവിടെ ഒരു എന്താ പറയാ, ഒന്നിനെയും ഫോഴ്സ് ചെയ്തുകൊണ്ട് അവനിൽ വരുത്താൻ പാടില്ല. ഫ്രീഡം എപ്പോഴും വേണം. ഫ്രീഡത്തിനെ പിടിച്ചു നിർത്തരുത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. നെക്സ്റ്റ് വൺ, rules should be framed for discipline in the school, but no compulsion should be used to enforce obedience to them. ഒരിക്കലും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ, ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഒരിക്കലും അതായത് കുട്ടികളുടെ എന്താ പറയുക, കുട്ടികളിലൊന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂൾസ് ഉണ്ടെങ്കിലും ഒരു എൻഫോഴ്സ്മെന്റ് പാടില്ല. ദ നെക്സ്റ്റ് വൺ, ആസ് എ പ്രാക്ടിക്കൽ മെഷർ ഫോർ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, ഒബ്സർവൻസ് ഓഫ് ബ്രഹ്മചര്യ until the completion of studies, social service, manual work, civic responsibility, etc. was suggested by Gandhi. ഒരു പ്രാക്ടിക്കൽ മെഷർ ആയിട്ട് ഗാന്ധിജി നമ്മളോട് പറയാണ്, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ള കുറച്ച് മെഷേഴ്സ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൽ എന്ത് വേണം? നമ്മുടെ പഠനം കഴിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രഹ്മചര്യ അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, മാനുവൽ വർക്ക്, കുറച്ച് സിവിക് റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ, ഈ ഒരു പ്രാക്ടിക്കൽ മെഷറിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഗാന്ധിജി പറയുന്നത്. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് ദ ടീച്ചർ. ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം? വെൽ ട്രെയിൻഡ് ആയിരിക്കണം, പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം, അതുപോലെ മാൻ ഓഫ് നോളേജ് ആൻഡ് ഫെയ്ത്ത്, നല്ല നോളേജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, ഇന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, നല്ല ഡിവോട്ടഡ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം,
നല്ലൊരു ക്യാരക്ടർ വേണം, നല്ലൊരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ദ നെക്സ്റ്റ് വൺ, ടീച്ചർ മസ്റ്റ് ബി മാൻ ഓഫ് ഹൈ മോറൽ വാല്യൂസ്. നല്ല മോറൽ വാല്യൂസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം ഒരു അധ്യാപികയുടെ. നെക്സ്റ്റ് വൺ, അറ്റ് പ്രൈമറി ക്ലാസ്സസ് ദ ടീച്ചർ മസ്റ്റ് റിയലി ബി എ മദർ ടു ദ ചിൽഡ്രൻ ഷീ ടീച്ചേഴ്സ്. ചെറിയ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപിക എന്ന കുട്ടികൾക്ക് അമ്മയെ പോലെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ടീച്ചർ നീഡ്സ് ടു ബി പൊളൈറ്റ് ആൻഡ് ഷുഡ് സെറ്റ് ആൻ ഐഡിയൽ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്. ടീച്ചർ എപ്പോഴും കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം. നല്ലൊരു റോൾ മോഡൽ ആവണമെങ്കിൽ ടീച്ചർ എന്തായിരിക്കണം, അത്രയും സിമ്പിൾ ലിവിങ്, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു റോൾ മോഡൽ ആക്കേണ്ട ഒരു വ്യക്തിയായി ആരായിരിക്കണം, ഒരു ടീച്ചർ ആയിരിക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. ദെൻ ടീച്ചർ ഷുഡ് ടീച്ച് ഫ്രം ലൈഫ്. ഒരിക്കലും ഒരു ബുക്കിൽ നിന്നുള്ള ഒരു പഠനം മാത്രമായി പോവരുത്, ജീവിതത്തിൽ നിന്നുകൂടി ടീച്ചർ പഠിപ്പിക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷൻ എന്താണെന്ന്. ഗാന്ധിസ് സിസ്റ്റം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്നത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇത് 1937 നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള, ബുക്ക് സെന്റേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ശരിക്ക് ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ബേസിക് എഡ്യൂക്കേഷനെ വാദ സ്കീം എന്നുകൂടി നമ്മൾ വിളിക്കും. അങ്ങനെ വിളിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്കീം ആദ്യമായിട്ട് ഗാന്ധിജി പ്രസന്റ് ചെയ്തത് ഓൾ ഇന്ത്യ നാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിലാണ്. ഇത് വാർധ, അതായത് മഹാരാഷ്ട്രയിലുള്ള വാർധയിൽ വെച്ചാണ് 1937 ഒക്ടോബർ 22, 23 ഈ ദിവസങ്ങളിലാണ് ഇത് പ്രസന്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ വാർധ സ്കീം എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു ബേസിക് സ്കീം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയിലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സിനെയും ഇൻട്രസ്റ്റിനെയും അതുമായിട്ട് വല്ലാതെ ഇന്റിമേറ്റഡ് ആണ് ഈ ഒരു സ്കീം. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബേസിക് എഡ്യൂക്കേഷൻ, ബേസിക് സ്കീം എന്ന് വിളിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഗാന്ധിജി used the term the basic to describe his scheme of education because it is intimately related with the basic needs and interest of Indian children. കുട്ടികളുടെ എല്ലാ ബേസിക് ആയിട്ടുള്ള നീഡ്സും ഇൻട്രസ്റ്റിനോടും വളരെയധികം അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബേസിക് എഡ്യൂക്കേഷൻ അഥവാ ബേസിക് സ്കീം എന്ന് വിളിച്ചത്. അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ഇനി ഈ ഒരു ബേസിക് എഡ്യൂക്കേഷന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു ഡെവലപ്പ് സെൽഫ് സഫിഷ്യൻസി. കുട്ടികളിലെ സെൽഫ് സഫിഷ്യൻസി വളർത്തിയെടുക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് സ്ട്രോങ്ലി എംഫസൈസസ് ഓൺ മാനുവൽ വർക്ക്. കുട്ടികളുടെ മാനുവൽ വർക്കിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, സ്ട്രോങ്ലി എംഫസൈസ് ചെയ്യാണ് ഈ ഒരു ബേസിക് എഡ്യൂക്കേഷനിലൂടെ. Then free, compulsory and universal education within the age group 7 to 14. 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വളരെ ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടുള്ളൊരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആണ് ഒരു ബേസിക് എഡ്യൂക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് മദർ ടങ്. എപ്പോഴും നമ്മുടെ മീഡിയം ആ കുട്ടിയുടെ മദർ ടങ് എന്താണോ അതിലൂടെ നൽകണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇറ്റ് ഈസ് എയിംഡ് ടു ഡെവലപ്പ് ഹ്യൂമൻ വാല്യൂസ് ഇൻ ചൈൽഡ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കുട്ടികളിലെ
വാല്യൂസ് വളർത്തിയെടുക്കുക, മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം. ദെൻ it aimed at to achieve the harmonious development of the child's body, mind, heart and soul. അതായത് ഒരു കുട്ടിയുടെ എല്ലാ തലത്തിലുള്ള ഹാർമോണിയസ് ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ മെയിൻ എക്സ്ട്രീം ഗോൾ എന്ന് പറയുന്നത്. ഒരു ഹാർമോണിയസ് ഡെവലപ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ടു ക്രിയേറ്റ് യൂസ്ഫുൾ, റെസ്പോൺസിബിൾ ആൻഡ് ഡൈനാമിക് സിറ്റിസൺ. ഓരോ കുട്ടിയെയും വളരെ യൂസ്ഫുൾ ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള സിറ്റിസൺസ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗോളായിട്ട് കാണുന്നത്. ദെൻ പ്ലേ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം എപ്പോഴും എന്താണ്, ഒരു കളിയാണ്, കളി രീതിയിലൂടെയുള്ള ഒരു പഠനം. ദെൻ നെക്സ്റ്റ് വൺ, subjects are taught in correlation with the craft, environment and other subject. എപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും അത് കോറിലേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കണം, മറ്റ് സബ്ജക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്രാഫ്റ്റ് ആയിട്ടും നമ്മുടെ പരിസ്ഥിതി ആയിട്ടും ഇതൊക്കെ ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു ബേസിക് സ്കീമിലൂടെ ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയുള്ള ഒരു പഠനമാണ്. ഇനി ഈ ഒരു ബേസിക് സ്കീമിന്റെ, ബേസിക് എഡ്യൂക്കേഷന്റെ കുറച്ച് മെറിറ്റ്സ് ആണ്. ലൈഫ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, അതായത് ജീവിതമായി വളരെയധികം അടുത്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണിത്. അതതിൻ്റെ ഒരു മെറിറ്റ് ആണ്. ദെൻ എല്ലാ നീഡ്സിനെയും, അതായത് ഫ്യൂച്ചറിൽ നമുക്കിനി എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ നമ്മുടെ നീഡ്സിനുമായിട്ട് വളരെയധികം സൂട്ടഡ് ആണ്. ഇറ്റ് സിന്തസൈസ്ഡ് ദ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയിൽ എന്തൊക്കെ വളർത്തിയിട്ടുണ്ട്, അവൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള എയിമിനെയൊക്കെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊരു മെറിറ്റ് തന്നെയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻകൾക്കേഷൻ ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ട്രൂത്ത് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ എപ്പോഴും സത്യം മുറുകെ പിടിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സ്കീം മുന്നോട്ട് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റാണിത്. സത്യത്തെ ഏത് അവസ്ഥ വന്നാലും മുറുകെ പിടിക്കുക എന്നുള്ളത്. ഇനി ഇതിൽ ചെറിയ ക്രിറ്റിസിസംസ്, ചെറിയ ഡീമെറിറ്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓവർ എംഫസൈസസ് ഓൺ ക്രാഫ്റ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. വളരെയധികം ക്രാഫ്റ്റിൽ എംഫസൈസ് ചെയ്തു, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ ഒരുപാടൊരു എംഫോഴ്സ്മെൻറ്റ് വന്നു. അതാണ് ഒരു ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയാവുന്നത്. Then next one, it neglects the education in the terms of personality development. കൂടുതലും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് കൂടുതലൊരു പ്രാധാന്യം നൽകിയില്ല. കുറച്ചൊരു നെഗ്ലൻസ് എന്തിൽ വന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ വന്നു. Then it is not up to the aspirations of the new generation of a digitalized world. ഈ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുട്ടികൾക്ക് എന്ത് കൊടുത്തില്ല, ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ് നൽകിയില്ല. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. ദെൻ കോൺട്രിബ്യൂഷൻസ് പറയുകയാണെങ്കിൽ ഗാന്ധിജി പുട്ട് ഫോർത്ത് എ വെരി കോംപ്രഹെൻസീവ് ആൻഡ് പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ സ്യൂട്ടഡ് ടു ദ ജീനിയസ് ഓഫ് അവർ കൺട്രി. വളരെ കോംപ്രിഹെൻസീവും പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഗാന്ധിജി നമുക്ക് നൽകിയത്. നമ്മുടെ കൺട്രിയിലെ ജീനിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെയധികം കോംപ്രിഹെൻസീവും പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നു എന്നുള്ളത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. Gandhiji was the first educationalist to advocate the large-scale use of handicraft. ഏറ്റവും ഫസ്റ്റ് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ലാർജ് സ്കെയിൽ യൂസ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഗാന്ധിജിയാണ്. അത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ദെൻ ഹി പ്രസൻറ്റഡ് എ പ്രാക്ടിക്കൽ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ
based on the principles of equity, social justice, non-violence, human dignity and cultural respect. പിന്നെ ഒരു പ്രാക്ടിക്കൽ സ്കീമാണ് നമുക്ക് ഈ എഡ്യൂക്കേഷനിലൂടെ ഒരുപാട് പ്രിൻസിപ്പിൾസ് കൂടിയിണങ്ങിയ ഈക്വിറ്റിയും സോഷ്യൽ ജസ്റ്റിസും നോൺ വയലൻസും ഹ്യൂമൻ ഡിഗ്നിറ്റിയും കൾച്ചറൽ സെൽഫ് റെസ്പെക്റ്റും എല്ലാം ഒത്തിണങ്ങിയ, ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ സ്കീം ഗാന്ധിജി നമുക്ക് പ്രസന്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഹി സജസ്റ്റ് എ വെരി പ്രാക്ടിക്കൽ ആൻഡ് ബ്രോഡ് ബേസ്ഡ് കരിക്കുലം. അദ്ദേഹം സജസ്റ്റ് ചെയ്ത് വളരെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്. ഇതൊരു കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് സജസ്റ്റഡ് ബൈ ഗാന്ധിജി ഈസ് ഹൈലി പ്രാഗ്മാറ്റിക്. വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള മൂഡ്, അതായത് ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ ഏണിംഗ്, ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലൂടെ സജസ്റ്റ് ചെയ്യുന്നത്. Then last one, the basic scheme of education was a practical solution for rural unemployment. അത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ഒരു റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയ്മെന്റിനെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നതിലൂടെ ഒരു പരിധി വരെ നീക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്.